ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിരിക്കൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. അതപ്പോൾ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ കഴിയും. ഞാൻ വിചാരിക്കും ഇത് എവിടേക്കാണ് ഈ യാത്ര? വേറെ എവിടെയല്ല, മേപ്പാടി ടു ഗൂഡല്ലൂർ. ഗൂഡല്ലൂർ പറയുമ്പം അവിടെ എൻ്റെ നാത്തൂനും എല്ലാവരും അവിടെയാണ് സെറ്റിലായത്. അവരിന്ന് സൗദിക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു മീറ്റപ്പാണ്. ഓക്കെ, എല്ലാവരും ഇന്നത് വീഡിയോ കണ്ടോണേ. ഞാനത് പുറത്തുള്ള ചെറിയ 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 ക്ലിപ്സൊക്കെയാണ് ഞാൻ പോകുമ്പോൾ ഞങ്ങളെ ബസ്സിലാണ് പോകുന്നത്. രാവിലെ ഇവിടെ നിന്ന് നേരിട്ട് ഏറെക്കുള്ളൊരു ബസ്സുണ്ട്. ബസ്സിൽ പോയാൽ നേരെ ഊട്ടി ബസ്സാണ്. അപ്പോൾ ഊട്ടി ബസ് പോയാൽ നേരെ ഗൂഡല്ലൂർ ചെന്നെത്താം. അപ്പോൾ ആ ബസ്സിൽ നിന്നുള്ള ചെറിയ 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 ക്ലിപ്പാണ് നമ്മൾ കണ്ടു നോക്കിട്ടോ. നവംബർ ഡിസംബർ ആയതുകൊണ്ട് നല്ല മഞ്ഞായിരുന്നു. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി നല്ല കോടൊക്കെ ആയിരുന്നു. നമ്മളവിടെ പോകുമ്പോൾ നല്ല മഞ്ഞ്, നല്ല ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരു മഞ്ഞ് പോലെ കാണുന്നത് നല്ല കോടയായിരുന്നു. പിന്നെ അവിടെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളും ഇനി തുടങ്ങാൻ പോകുന്നത് ഒരു ചായ ഫാക്ടറി കേട്ടോ. എനിക്ക് കൂടുതലും യാത്ര ചെയ്യാൻ ഇഷ്ടം ബസ്സിലാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ നിന്ന് മുതൽ തുടങ്ങുന്ന ഇങ്ങനെ ചായ ഫാക്ടറിയും ചായകളൊക്കെയാണ്. നമ്മൾ ബസ്സിലായതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കഴിയില്ല. അതാ നിങ്ങൾ മേലോട്ട് നേരെ നോക്കുകയാണെങ്കിൽ ശരിക്കും ചായ ഫാക്ടറികളും അതിൻ്റെ അവിടെ സംഭവങ്ങളും എല്ലാം ചെടികളും മരങ്ങളൊക്കെ നല്ല അതിനനുസരിച്ച് സ്കൈയും എന്ത് ഭംഗിയാണ്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടാൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ചായച്ചെടികളും അല്ല ടീ ഫാക്ടറികൾക്ക് കൂടുതൽ സ്ഥിതി ചെയ്യുന്നത്. നല്ല മഞ്ഞായത് കാരണമാണ് കേട്ടോ വീഡിയോ തീരെ ക്ലിയർ ഇല്ലാത്തതുപോലെ തോന്നുന്നത്. നല്ല കോടയും മഞ്ഞൊക്കെയാണ് അവിടെ. നാടുകാണിച്ചുരം വഴി ഞങ്ങൾ ഗൂഡല്ലൂർക്ക് പോവാണ്. ഇപ്പം മഞ്ഞൊക്കെ മാറി. ഇപ്പോൾ സമയം ഒരു 9:30-10 മണിയുണ്ടാവും. നമ്മൾ അവിടെ എത്താൻ കുറച്ച് നേരം മാത്രം മതി. ഇനിയാണ് തേയിലത്തോട്ടങ്ങളുടെ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. എന്ത് രസമാണെന്ന് പറയാം. നല്ല ഏക്കറിൽ കൃഷി ചെയ്യുന്നു ടീ പ്ലാന്റ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ടീ പ്ലാന്റ്സ് തന്നെ. അവിടെ നല്ല മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
അങ്ങനെ ചെറിയ 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 ഷെഡുകളായിട്ടാണ് അവിടുത്തെ ഓരോ വീടുകളും. അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. എനിക്ക് കൂടുതലും ഇഷ്ടം പുറത്തുള്ള കാഴ്ചകൾ കണ്ട് രസിക്കാനാണ്. പുറത്തുള്ള കാഴ്ചകൾക്ക് മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും. ഞാനും കുട്ടികളും നല്ല അടിയാണ്. എനിക്ക് സൈഡ് സീറ്റ് വേണം എന്നിട്ട് അടി കൂടുതലാണ്. ഇവിടെ കൂടുതൽ നമുക്ക് യൂക്കാലിപ്സിൻ്റെ മരം കാണാൻ സാധിക്കും. ഞങ്ങൾ പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഫുഡ് കഴിച്ച് അവരൊക്കെ പറഞ്ഞയച്ച് തിരിച്ചു വരുന്ന ക്ലിപ്സ് അത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇതേപോലെ നമ്മൾ പോകുമ്പോഴുള്ള പോലെ തന്നെ കുറേ വീടുകളും കുറേ കടകളും ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു വലിയൊരു മല കാണാം. അതിൻ്റെ ചെറിയൊരു പോർഷൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതുവരെ കാണാം. പിന്നെ അതാളെ ഫുള്ള് മൂടമഞ്ഞ് പോലെ ഫുള്ളും മൂടിയിട്ടുണ്ട്. അതാണ് നമുക്ക് തീരെ കാണാൻ സാധിക്കത്. അപ്പോൾ കാണണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്